ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ചില ഡിഫൻസ് കരാറുകൾ ഇന്ത്യക്കും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഇടയിൽ ഉണ്ടായി. അതിലൊന്നാണ് ചിനൂക്ക് ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്റേഴ്സിന്റെ കരാറ്. അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്ക് മാത്രം അമേരിക്ക കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹെവി ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് വളരെ ഭാരമുള്ള ആയുധങ്ങളോ അല്ലെങ്കിൽ വസ്തുക്കളോ അടക്കം ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഹെലികോപ്റ്റേഴ്സ് ആണ് ചിനൂക്ക. ഈ ഹെലികോപ്റ്റേഴ്സ് വാങ്ങാനുള്ള കരാറ് ഇന്ത്യയുമായിട്ട് ഉണ്ടാവുന്നത് ട്രംപിന്റെ ഭരണകാലത്താണ്. അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് വാങ്ങാനുള്ള കരാറ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പിടുന്നതും ട്രംപിന്റെ കാലത്താണ്. MH-60 റോമിയോ എന്ന് പറയുന്ന മൾട്ടി റോൾ ഹെലികോപ്റ്റർ വാങ്ങാനുള്ള കരാറും ട്രംപിന്റെ കാലത്താണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സൈൻ ചെയ്യുന്നത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കരാറായിരുന്നു പ്രഡേറ്റർ ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോണുകൾ വാങ്ങാനുള്ള കരാറ്. ഇന്ത്യ S-400 റഷ്യയിൽ നിന്ന് വാങ്ങുന്നതിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ F-35 വരെ തരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തരാൻ സന്നദ്ധത ട്രംപ് അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അക്കാലത്ത് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റമായിട്ടുള്ള താഡ് ഇന്ത്യക്ക് ഓഫർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ട്രംപിന് കുറെ കൂടി ഇന്ത്യയുമായിട്ട് നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ താല്പര്യമുണ്ട്. ടെക്നോളജി ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങൾ ട്രംപിന്റെ ഭരണകാലത്ത് ഒരുപക്ഷെ ഇന്ത്യ അമേരിക്ക ആയുധ ഇടപാടുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് വളരെയധികം ഇപ്പോൾ കാണുന്നത്. നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അമേരിക്കൻ എഞ്ചിനാണ്. സോ അമേരിക്കൻ എഞ്ചിൻ ഇന്ന് നമുക്ക് കിട്ടാൻ സമയം ഏറെ എടുക്കുന്നുണ്ട്, വൈകിപ്പിക്കുന്നുണ്ട്. കാരണം സൗത്ത് കൊറിയയ്ക്ക് കൊടുക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് നേരത്തെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. സൗത്ത് കൊറിയയും അതേ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ യുദ്ധവിമാനങ്ങൾക്ക്. സോ അത് കാരണം ഒരു ഡിലേ വരുന്നുണ്ട്. അത്തരം ഡിലേ ഒക്കെ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് 80% എന്ന് പറയുന്ന ടെക്നോളജി ട്രാൻസ്ഫർ 100% ഉണ്ടാകാൻ സാധ്യത കാണുന്നുമുണ്ട്. കാരണം ചൈന ഇന്ന് ഒരു സ്വയം യുദ്ധവിമാനം നിർമ്മിക്കുന്ന രാജ്യമായത് റഷ്യയുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ്. സമാനമായ രീതിയിൽ ചിലപ്പോൾ ഇന്ത്യക്ക് അമേരിക്കൻ ടെക്നോളജിയുടെ കുറെ കാര്യങ്ങളെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് നമുക്ക് തദ്ദേശീയമായിട്ട് സ്വന്തമായിട്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന് പുറമെ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ നമുക്ക് ടെക്നോളജി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ട്രംപ് എന്തായാലും തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സ്ഥിതിക്ക് വലിയ സാധ്യതകൾ കാണുന്നുണ്ട്. അതായത് നാറ്റോ അംഗരാജ്യങ്ങൾക്ക് മാത്രം കൊടുത്തിരുന്ന ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും ആയുധങ്ങളും ഒക്കെ ഇന്ത്യക്ക് നൽകുന്നതിനുള്ള തീരുമാനമെടുത്തത് ട്രംപിന്റെ ഭരണകാലത്താണ്. അപ്പോൾ നാറ്റോ അംഗരാജ്യങ്ങൾക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം ഇന്ത്യക്കും അമേരിക്ക നൽകുന്നു എന്നതായിരുന്നു ആ സമയത്ത് വ്യാഖ്യാനിക്കപ്പെട്ടത്. ആ നിലയ്ക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യക്ക് ക്രിട്ടിക്കൽ ടെക്നോളജീസ് പലതും കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള അദ്ദേഹം നിയമിച്ചിട്ടുള്ള ഓരോ ഉദ്യോഗസ്ഥരെ എടുത്ത് നോക്കിയാലും ഒരു പ്രോ ഇന്ത്യൻ ഉദ്യോഗസ്ഥരാണ് അവരൊക്കെ തന്നെ. അതായത് ഇന്ത്യ-US ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ഇന്ത്യ-US ബന്ധം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടാണെന്ന് വിശ്വസിക്കുന്ന ഉദ്യോഗസ്ഥരെ തന്നെയാണ്. അതിപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി ആണെങ്കിലും ഫോറിൻ സ്റ്റേറ്റ് സെക്രട്ടറി ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ ഇൻ്റലിജൻസ് മേധാവി ആണെങ്കിലും ഈ മേഖല ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയാൽ ട്രംപ് നിശ്ചയിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഒരു ഇന്ത്യ അമേരിക്ക കൂട്ടുകെട്ടിനെ പിന്തുണയ്ക്കുന്നവരും ചൈന പാകിസ്ഥാൻ അച്ചുതണ്ടിനെ എതിർക്കുന്നവരുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഭരണകൂടമായിരിക്കും ഇപ്പോൾ അമേരിക്കയിൽ വരിക എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നമ്മൾ എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ നിലപാടുകളും അമേരിക്ക ജിയോ പൊളിറ്റിക്സിനകത്ത് ഏത് രീതിയിൽ കളിക്കുന്നു എന്നതുമൊക്കെ ഓരോ രാജ്യത്തെയും ബാധിക്കുന്ന കാര്യമാണ്. അത് റഷ്യയെപ്പോലും. റഷ്യ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. പക്ഷേ അമേരിക്കയുടെ ഉപരോധങ്ങൾ വന്നതോടുകൂടി റഷ്യ ഇന്ന് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ചൈനയും. ചൈന ഇന്ന് വലിയ ശക്തിയാണ്, അമേരിക്കയെ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ ചൈനയുടെ ആ ശക്തി എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കാൻ കഴിയില്ല. ഇത് ചൈനയ്ക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ കാലത്തും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അത് എക്കണോമിക്കലി ആണെങ്കിലും മിലിറ്ററി പരമായിട്ടാണെങ്കിലും ഗ്ലോബൽ ഇൻഫ്ലുവൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും US വളരെയധികം മറ്റ് രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ മുന്നിലാണ്. എന്നിരുന്നാലും ഇന്ന് അമേരിക്കയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. അതൊരു മൾട്ടിപോളാർ വേൾഡ് ഡെവലപ്പായി വരുന്നതുകൊണ്ടാണ്. വിശേഷിച്ച് ചൈനയുടെ ഒരു ശക്തമായ മുന്നേറ്റം, റഷ്യയുടെ തിരിച്ചുവരവ്, ഇന്ത്യയുടെ ഒരു തുടക്കം, ഇതെല്ലാം ഒരു മൾട്ടിപോളാർ വേൾഡിലേക്ക് ലോകം മാറുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതിനർത്ഥം അമേരിക്കയ്ക്കൊപ്പം ഈ രാജ്യങ്ങളൊക്കെ വളർന്നു എന്നല്ല. അമേരിക്ക തീർച്ചയായും ഇപ്പോഴും ഒരു മേജർ പവർ തന്നെയാണ്. ലോകത്തെ ക്രിട്ടിക്കലായിട്ടുള്ള ടെക്നോളജീസ് പലതും കൈവശമുള്ളത് റഷ്യയ്ക്കും അമേരിക്കയ്ക്കുമാണ്. അതിൽ റഷ്യൻ ടെക്നോളജിയുടെ സഹായത്താൽ ചൈന ഏറെ കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കൻ ടെക്നോളജി അങ്ങനെ അമേരിക്ക റഷ്യ കൊടുക്കുന്നത് പോലെ എളുപ്പത്തിന് ഒരു രാജ്യത്തിനും കൊടുക്കാറില്ല. നാറ്റോ അംഗരാജ്യങ്ങൾക്ക് പോലും ചില പരിധികൾ വെച്ചുകൊണ്ട് മാത്രമാണ് പല ക്രിട്ടിക്കൽ ടെക്നോളജീസും US കൈമാറിയിട്ടുള്ളത്. എന്നാൽ ട്രംപിൻ്റെ കാലത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്
അമേരിക്കയുമായിട്ടുള്ള ഡിഫൻസ് ഡീലിൽ പല തന്ത്രപരമായിട്ടുള്ള ടെക്നോളജി കൈമാറ്റവും ഉണ്ടാകുമെന്ന് തന്നെയാണ്. അത് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അത് വളരെയധികം ഗുണം ചെയ്യും. തദ്ദേശീയമായിട്ട് നമ്മൾ യുദ്ധവിമാനം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഘടകങ്ങൾ അഥവാ എഞ്ചിൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടിയെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അടുത്ത AMCയെ പോലെയുള്ള 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ഒരു അടുത്ത 4 വർഷക്കാലം ട്രംപ് അധികാരത്തിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യക്ക് തുടർന്ന് അങ്ങോട്ട് നമ്മുടെ പല പദ്ധതികളും വേഗത്തിൽ കൊണ്ടുപോകാൻ കഴിയും. മോദിയും ട്രംപും തമ്മിലുള്ള ഒരു അടുപ്പം ഈ ആയുധ ഇടപാടുകളെയും ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള പ്രയാണത്തെയും വളരെയധികം സഹായിക്കുമെന്ന് തന്നെയാണ് പൊതുവെ വിദഗ്ധരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.